ബ്രോ, US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? ഇൻവെസ്റ്റ് ചെയ്യാൻ ഏതാണ് നല്ല പ്ലാറ്റ്ഫോം? കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇന്ത്യൻ മാർക്കറ്റും US മാർക്കറ്റും ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള റിട്ടേൺ എത്രയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യൻ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തത് നെഗറ്റീവ് റിട്ടേൺ ആണ്. അതേ സമയത്ത് US മാർക്കറ്റ് കൊടുത്തത് 30% മുകളിലുള്ള പോസിറ്റീവ് റിട്ടേൺ ആണ്. റിട്ടേണിൽ ഇത്ര വലിയ ഡിഫറൻസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് AI ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ പെർഫോമൻസ് തന്നെയാണ്. ഇപ്പോൾ US മാർക്കറ്റിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള എൻവിഡിയ, ഗൂഗിൾ, ബ്രോഡ്കോം, സാൻഡിസ്ക് പോലുള്ള പല കമ്പനികളും ഇൻവെസ്റ്റേഴ്സിന് വലിയ റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അതേ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിലെ കമ്പനികൾക്ക് AI ബൂമിന്റെ ഈ ഒരു ബെനിഫിറ്റ് ഏൺ ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പല കമ്പനികളെയും വളരെ സീരിയസ് ആയിട്ട് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ US മാർക്കറ്റ് പോലുള്ള മറ്റ് മാർക്കറ്റിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ബട്ട് കുറച്ച് മുന്നേ വരെ US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ബട്ട് ഇപ്പോൾ നമ്മൾക്ക് ധൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് US സ്റ്റോക്സിലും US ETFസിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. $1 മുതൽ നമ്മൾക്ക് US സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. US മാർക്കറ്റിൽ കംപ്ലീറ്റ് ഷെയർ വാങ്ങുന്നതിന് പകരം ഫ്രാക്ഷണൽ ഷെയർസ് ആയിട്ട് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് US ഡോളേഴ്സിലായതുകൊണ്ട് തന്നെ കറൻസി ഡൈവേഴ്സിഫിക്കേഷന്റെ ബെനിഫിറ്റ് കൂടി ലഭിക്കുന്നതാണ്. IFSC റൂൾസും RBI FEMA ഗൈഡ് ലൈൻസും കൂടി ഫോളോ ചെയ്ത് ഗിഫ്റ്റ് സിറ്റി IFSC റൂട്ട് ത്രൂ ആണ് നമ്മൾക്ക് ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും മുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും പോർട്ട്ഫോളിയോ ട്രാക്ക് ചെയ്യുന്നതും എല്ലാം നമുക്ക് ധൻ ആപ്പ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബയോയിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്ത് തരുന്നതാണ്.